ടെക്നോ എന്ന് പറയുന്ന ബ്രാൻഡ് കേൾക്കുമ്പോൾ പലർക്കും പുച്ഛമായിരുന്നു. എന്നാൽ 2026 MWC ബാർസലോണയിൽ ഏറ്റവും കൂടുതൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഇറക്കിയത് നമ്മുടെ ടെക്നോ ബ്രാൻഡായിരുന്നു ഗൈസ്. ഫസ്റ്റ് എന്ന് പറയുന്നത് ടെക്നോൻ്റെ മോഡുലാർ ഫോൺസിനെ പറ്റിയിട്ടാണ്. ഈ ഒരു ഫോണിൽ നമുക്ക് ബാറ്ററി വേണമെങ്കിൽ അഡീഷണലി ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ക്യാമറ മൊഡ്യൂൾ വേണമെങ്കിൽ അഡീഷണലി ആഡ് ചെയ്യാം. എന്തിനു പറയുന്നു, ഒരു ടെലിഫോട്ടോ ലെൻസ് വരെ നമുക്ക് ഈസി ആയിട്ട് ഇതിൽ അറ്റാച്ച് ചെയ്ത് നമ്മുടെ ഫോണിനെ ആവശ്യമുള്ള പോലെ അപ്ഡേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ടെക്നോൻ്റെ ലേറ്റസ്റ്റ് ഫോണായിട്ടുള്ള കാമൺ 50 സീരീസിൻ്റെ ഒരു ലോഞ്ച് ഉണ്ടായിരുന്നു. അവിടെ ഈ ഒരു ഫോണിൽ നമുക്ക് കളർ ചേഞ്ചിങ് ബാക്ക് പാനൽ വരെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ടെക്നോൻ്റെ പോവ 8ൻ്റെ ഒരു പ്രീമിയം സീരീസ് അവരവിടെ അവതരിപ്പിച്ചിരുന്നു. അതൊരു കിടുക്കാച്ച് ഡിസൈനായിട്ട് വരുന്നൊരു ഫോണാണ്. ഡിസൈൻ മാത്രമല്ല, ക്യാമറ ആണെങ്കിലും പെർഫോമൻസ് ആണെങ്കിലും എല്ലാം ബെറ്റർ ആയിരിക്കും. പുറകിൽ നമുക്കൊരു പിക്സൽ ഡിസ്പ്ലേ കൂടി വരുന്നുണ്ട്. അതുപോലെ തന്നെ ടെക്നോൻ്റെ പോവ സ്ലിം എന്ന് പറഞ്ഞിട്ടുള്ള സ്ലിമ്മസ്റ്റ് ആയിട്ടുള്ള ഒരു ഫോൺ കഴിഞ്ഞ വർഷം ലോഞ്ച് ചെയ്തിരുന്നു. അതിൻ്റെ ഒരു സെക്കൻഡ് വെർഷൻ ആയിട്ടുള്ള ടെക്നോ പോവ സ്ലിം 2 ലോഞ്ച് ആകാൻ പോവാണ്. ഇതുകൂടാതെ വേറെയും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഡിവൈസസ് അവിടെ ഉണ്ടായിരുന്നു. ഫെയർ ഫോൺ എന്ന് പറയുന്ന ഈ ഒരു ഫോൺ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ റിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫോണാണ്. ഷവോമിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഹൈപ്പർ കാർ ഷവോമി വിഷൻ GTയും അവിടെ അവതരിപ്പിച്ചിരുന്നു. ലെനോവോൻ്റെ ഫോൾഡബിൾ ആയിട്ടുള്ള ഒരു PC അവിടെ ലോഞ്ച് ചെയ്തിരുന്നു. ഇത് മെയിനായിട്ട് ഗെയിമേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഇന്നോവേഷനാണ്. ഹോണറിൻ്റെ റോബോ ഫോണിനെ വേണ്ടിയിട്ട് ഓൾറെഡി അവർ അറിയിച്ചിരുന്നതാണ്. ആ ഒരു ഫോണും ഇവിടെ ലോഞ്ച് ആയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഹോണർ ബ്രാൻഡിൻ്റെ ഒരു ആൻഡ്രോ ഹ്യൂമനോയിഡ് റോബോട്ടും അവിടെ അവതരിപ്പിച്ചിരുന്നു. നമ്മുടെ ടെസ്ലയുടെ റോബോട്ട് പോലൊക്കെ തന്നെയാണ് അതും ഫീൽ ചെയ്തത്. ഇതുകൂടാതെ നമ്മുടെ നത്തിങ്ങിൻ്റെ 4A അതുപോലെ തന്നെ 4A Pro ഫോണുകൾ ലോഞ്ച് ആയിട്ടുണ്ട്. കിഡിലൻ ഡിസൈനിലാണ് വന്നിട്ടുള്ളത്. ഇത്തവണ പുറകിൽ കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള ലൈറ്റിംഗ് പരിപാടിയൊക്കെയാണ് വന്നിട്ടുള്ളത്. 4A Proയിൽ നമുക്ക് വരുന്ന ചിപ്സെറ്റ് സ്നാപ്ഡ്രാഗൻ്റെ 7S Gen 4 ഒക്കെയാണ്. സോ അത്യാവശ്യം പെർഫോമൻസ് ആണെങ്കിലും ക്യാമറ ആണെങ്കിലും ഡിസൈൻ ആണെങ്കിലും വേറെ ലെവലായിട്ടുണ്ട്. അതുപോലെ തന്നെ ആപ്പിളിൻ്റെ ഐഫോണിൽ ഉപയോഗിച്ചിരുന്ന A18 Pro ചിപ്സെറ്റ് വെച്ചിട്ട് അവരൊരു പുതിയ ലാപ്ടോപ്പ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ആപ്പിൾ മാക്ബുക്ക് നിയോ എന്നാണ് പേര്. 8GB 256GB ആണ് ഇതിൻ്റെ വരുന്നത്. അതുപോലെ തന്നെ ഒരു 60,000 രൂപയ്ക്ക് ഈ ഒരു ലാപ്ടോപ്പ് നമുക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കും. സോ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ അത്യാവശ്യം നല്ലൊരു മാക് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലാപ്ടോപ്പ് ചെക്ക് ചെയ്യാവുന്നതാണ്. സോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഐഫോണിലൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു ചിപ്സെറ്റ് വെച്ച് ഒരു ലാപ്ടോപ്പ് വരെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. സോ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ചിപ്സെറ്റാണ് ആപ്പിളിൻ്റെ A സീരീസ് ചിപ്സെറ്റ്. സോ കൂടുതൽ ടെക് അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ ഫോളോ ചെയ്തിട്ട് ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് ഡെയിലി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും.